ലൈഫിൽ എപ്പോഴും സക്സസ്ഫുൾ ആയിട്ടിരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ വളരെ കുറച്ച് പേര് മാത്രമേ അതിനുവേണ്ടി പരിശ്രമിക്കാറുള്ളൂ. നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ലേണിംഗ്. വളരെ ഫോക്കസ്ഡായും എഫക്റ്റീവായും നമ്മളെ പഠിക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ടിപ്പ് കൂടി ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. Hello friends, it's me your brother and welcome back to another great episode. So tip number 1, chunk it. നമ്മളോട് പലരും തന്നെ പറയുന്നൊരു കാര്യമാണ് പഠിക്കുന്നത് മുഴുവനും ഒറ്റയിരിപ്പിന് തന്നെ പഠിച്ചു തീർക്കണം എന്ന്. എന്നാൽ അത് ശരിയല്ല. നമ്മൾ എന്തൊരു കാര്യം പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കണം. ഈ ബ്രേക്ക് എടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മളുടെ സ്റ്റഡീസ് എപ്പോഴും ബോറിംഗ് ആയി തോന്നുന്നത്. നമ്മളെപ്പോഴും ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെ നന്നായിട്ട് ടൈം മാനേജ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളുടെ മെമ്മറിയും പ്രൊഡക്ടിവിറ്റിയും ഉയർത്താനായിട്ട് സാധിക്കും. ഇത് ചെയ്യാനുള്ള ടെക്നിക്കാണ് പോമഡോറോ ടെക്നിക്. ഫ്രാൻസിസ്കോ സിറിലോയുടെ ബുക്കിൽ പോമഡോറോ ടെക്നിക്കിനെ പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വർക്ക് ചെറിയ പാർട്സുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം, എന്നിട്ടത് ഓരോ ചെറിയ ബ്രേക്ക് ഇൻ്റർവെൽസ് എടുത്ത് ചെയ്യുക എന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവുകയും അതുവഴി നമുക്ക് ആ ഒരു വർക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനും കഴിയും. ഫോർ എക്സാമ്പിൾ, 1 മണിക്കൂറിന് പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് 25 മിനിറ്റ് വർക്കും 5 മിനിറ്റ് ബ്രേക്കും എടുക്കാം. ഇതാണ് പോമഡോറോ ടെക്നിക്കിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള വേ. ഈ ഒരു ടൈമിങ്ങിലോ അതല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനുള്ള ഒരു ടൈമിങ്ങിലോ ഇത് ചെയ്യാൻ പറ്റും. ന്യൂറോ സയൻറ്റിസ്റ്റായ ഡാനിയൽ ബോർ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് അറൗണ്ട് 30 മിനിറ്റ്സ് മാത്രമേ ഒരു വർക്കിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തൊരു ജോലി ചെയ്യുമ്പോഴും ഈക്വൽ ഇൻ്റർവെൽസിൽ ബ്രേക്ക് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് അത് നമ്മളുടെ ബ്രെയിനെ റിഫ്രഷ് ആക്കാൻ സഹായിക്കും. അതുവഴി കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. സോ ഫ്രണ്ട്സ്, ബാക്കി കാര്യങ്ങൾ പറഞ്ഞതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. പാരൻറ്റിംഗ് ടിപ്സ് നോക്കുന്ന വീട്ടമ്മമാർ മുതൽ ബിസിനസ് ആൻഡ് ഫൈനാൻസ് ടിപ്സ് നോക്കുന്ന ഹസ്ബൻഡ്സ് വരെ, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മുതൽ മിത്തോളജി ആൻഡ് ബയോഗ്രഫീസ് നോക്കുന്ന ടീനേജേഴ്സ് വരെ എല്ലാവർക്കും ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള അറിവ് നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ഇന്ത്യയിലെ ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോം. പ്ലേ സ്റ്റോറിൽ 4.5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ആപ്പാണ്. അതും 4000-ലധികം ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് എല്ലാ വീട്ടിലും ഇനി കുക്കു FM. ഞാനും ഇത് പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. ഞാനിത് നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ദ സൈക്കോളജി ഓഫ് മണി എന്ന ബുക്കിൻ്റെ സമ്മറിയാണ്. ആൻഡ് അമേസിങ് ബുക്ക്. അതേപോലെ നിങ്ങൾക്കും പല ഓഡിയോ ബുക്സും ബുക്ക് സമ്മറീസും ഒക്കെ കേൾക്കാം. അത് നമ്മളുടെ സ്വന്തം മലയാളത്തിൽ ആൻഡ് ഹിന്ദി, തെലുങ്ക്, തമിഴ് അങ്ങനെ മറ്റ് പല ഇന്ത്യൻ ലാംഗ്വേജസിലും കേൾക്കാൻ പറ്റും. അതുകൊണ്ട് സന്തോഷവാർത്ത അറിയട്ടെ, ഒരു വർഷത്തെ 399 രൂപയുടെ പ്രീമിയം മെമ്പർഷിപ്പിൽ ഇവർ നമുക്ക് 50% ഡിസ്കൗണ്ട് തരികയാണ്. അതായത് 199 രൂപ കൊടുത്താൽ മതി ഒരു വർഷത്തേക്കാണ്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട കൂപ്പൺ കോഡാണ് VEED50. 11th ജൂൺ മുതൽ 19th ജൂൺ വരെ മാത്രമേ ഈ ഒരു ഓഫർ ഉള്ളൂ. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്പർ 2, SQ2RS. നമ്മളിൽ പലരും തന്നെ ഒരു വലിയ ശതമാനം സമയവും യൂസ് ചെയ്ത് പഠിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാതെ വരാറുണ്ട്. ഒരു സിമ്പിൾ ടെക്നിക്ക് യൂസ് ചെയ്ത് ഈ ഒരു പ്രോബ്ലം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതാണ് SQ2RS. ഈ ടെക്നിക്ക് വെച്ച് നമുക്ക് ഏതൊരു ബുക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും, മനസ്സിലാക്കാനും അത് ഓർത്തിരിക്കാനും സാധിക്കും. ഇതിലെ S എന്ന് പറയുന്നത് സ്കിമ്മിങ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന ബുക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ടോപ്പിക്കിനെ പറ്റിയോ വെറുതെ ടെൻഷൻ ആകാതെ ജസ്റ്റ് ആ ബുക്കിലൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കുക. എന്താണ് അതിലെ മെയിൻ ടോപ്പിക്, അതേപോലെ അതിലെ ഈസി ടോപ്പിക്സ് എന്താണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് എന്താണ്, അങ്ങനെയൊക്കെ ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു രീതി യൂസ് ചെയ്ത് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ടോപ്പിക്കുമായോ അല്ലെങ്കിൽ ആ ഒരു ബുക്കുമായോ വളരെ കംഫർട്ടബിൾ ആവുക. അടുത്ത സ്റ്റെപ്പാണ് ക്വസ്റ്റ്യൻസ്. സ്കിമ്മിങ് ചെയ്ത് നമ്മൾ ആ ടോപ്പിക്കുമായിട്ട് കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇത് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ അറിയാനുള്ള താല്പര്യം ഉണ്ടാകും. നെക്സ്റ്റ്, R എന്ന് പറയുന്നത് റീഡ്. നമുക്കിപ്പോൾ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് വേണമല്ലോ. അപ്പം നമ്മൾ ആ ടോപ്പിക്ക് വായിക്കുന്നതിലൂടെ അതിനൊക്കെയുള്ള ആൻസേഴ്സ് കിട്ടും. ഈ 3 സ്റ്റെപ്സ് കഴിയുന്നതോടെ നമ്മൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് കൂടുതൽ ഫെമിലിയർ ആയിട്ടുണ്ടാകും. അടുത്തത് R എന്ന ലെറ്ററാണ്. ആൻഡ് R സ്റ്റാൻഡ്സ് ഫോർ റീവിസിറ്റ്. നമ്മളിപ്പോൾ പഠിച്ച ടോപ്പിക്കിലൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ യൂസ്ഫുള്ളായി മാറും. നമ്മൾ പഠിക്കുന്ന ആ ഒരു ടോപ്പിക്കിനനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും നമുക്ക് റീവിസിറ്റ് ചെയ്യാം. ഇനിയുള്ളതാണ് ഫൈനൽ സ്റ്റെപ്പ്, അതായത് എസ് ഫോർ സമ്മറി. നമ്മൾ സ്കിം ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അതിനുള്ള ആൻസേഴ്സും കണ്ടെത്തി.
അതെല്ലാം റീവിസിറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ആ ടോപ്പിക്കിന് ഒരു സമ്മറി കൂടി എഴുതണം. വളരെ ചുരുക്കത്തിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയാൽ ലാസ്റ്റ് ടൈം റിവിഷൻ അത് വളരെ ഉപകാരപ്പെടുകയും ചെയ്യും. ഇതുവഴി നമുക്ക് നമ്മളുടെ ടൈം സേവ് ചെയ്യാനും കഴിയും. നമ്പർ 3, പവർ ഓഫ് ഫോക്കസ്. നിങ്ങളുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അത് നിങ്ങളുടെ ക്ലാസ്മേറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിനോ അതോ അല്ലെങ്കിൽ നിങ്ങളുടെ നൈബറോ ഒന്നുമല്ല, മറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷനാണ്. ചില സ്റ്റുഡൻസ് വളരെ പ്രൗഡായി പറയുന്നത് കേൾക്കാം, ഞാനൊരു വലിയ മൾട്ടി ടാസ്കറാണ്, എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ പഠിക്കാൻ കഴിയും, ഫോണിൽ കളിച്ചുകൊണ്ട് പഠിക്കാൻ കഴിയും എന്നൊക്കെ. എന്നാൽ ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ ഒട്ടും ഫോക്കസ്ഡ് ആയിരിക്കില്ല. ഇതോടെ തന്നെ വളരെ ചെറിയ ഒരു ടൈം മാത്രമേ അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ബാക്കിയുള്ള ടൈം മുഴുവനും ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ജസ്റ്റ് അത് ചെയ്യുന്നു, അത്രമാത്രം. ഇതുവഴി അവരുടെ എനർജിയും ടൈമും വേസ്റ്റായി പോകുന്നു എന്നല്ലാതെ വേറൊരു ഗുണവും അവർക്ക് കിട്ടില്ല. നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യവും പ്രൊഡക്റ്റീവായി ചെയ്യണമെങ്കിൽ നമ്മളതിൽ ഹൈലി ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. ഇതിന് നമ്മളുടെ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറി നിൽക്കണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. ഓരോ നോട്ടിഫിക്കേഷനും നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുകയും അതുവഴി നമ്മളുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. സോ നമ്മളിനി പഠിക്കാനിരിക്കുമ്പോൾ നമ്മളുടെ മൊബൈൽ ഫോൺ മറ്റെവിടെയെങ്കിലും വെച്ചിട്ട് പഠിക്കാനിരിക്കുക. ഇതുവഴി ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാനും ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും സാധിക്കും. നമ്പർ 4, ഓർഗനൈസ് യുവർ സെൽഫ്. നമുക്ക് ചുറ്റുമുള്ള പലരും ഒരു അൺഓർഗനൈസ്ഡ് ലൈഫായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അത് അവർക്ക് വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാറുമുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മോർണിംഗിൽ എണീറ്റ് വരുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആരുടെയും അടുത്ത് നിന്ന് ഒരു നെഗറ്റീവ് ന്യൂസ് കേട്ടാൽ നിങ്ങൾ ആകെ നെഗറ്റീവ് ആകും. ഇത് മതി നിങ്ങളുടെ അന്നത്തെ ഫ്രഷ്നെസ് കംപ്ലീറ്റ് പോകാനായിട്ട്. അതിനുശേഷം നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് അന്നത്തെ ദിവസത്തേക്കുള്ള എനർജി മൊത്തം വേസ്റ്റ് ആകുന്നു. ഫിസിക്കലി ആൻഡ് മെൻ്റലി നിങ്ങൾ എനർജി വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അന്ന് നിങ്ങളുടെ ബ്രെയിനും അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. മറിച്ച് നിങ്ങൾ ഒരു ഓർഗനൈസ്ഡ് ആയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമായ ധാരണ ഉണ്ടാവും. ഇതുവഴി നിങ്ങളുടെ എനർജി സേവ് ചെയ്യാനും സാധിക്കും. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അതിൽ പലതരം പ്രൊഡക്ടിവിറ്റി ആപ്പുകളുണ്ട്. സോ അതിൽ നിങ്ങളുടെ യൂസ് അനുസരിച്ചുള്ളത് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ബ്രെയിനിന് സ്ട്രെസ് എടുക്കുന്നതിന് പകരം ഫോണിന് സ്ട്രെസ് കൊടുക്കുക. ഇതേപോലെ ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞാൽ വലിയ എമൗണ്ടിൽ നിങ്ങൾക്ക് എനർജി സേവ് ചെയ്യാൻ സാധിക്കും. അതുവഴി കുറഞ്ഞ ടൈമിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും സാധിക്കും. നമ്പർ 5, ഐസൊലേഷൻ. നമുക്ക് പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഡിസ്ട്രാക്ഷൻ. അത് ഫോൺ കുറച്ച് ദൂരെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. എന്നാൽ ഇടയ്ക്കിടെ ആരെങ്കിലും നമ്മളെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫോക്കസ് നഷ്ടമാകാറുണ്ട്. ഇതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പലപ്പോഴും ഒരു ഫിക്സഡ് പ്ലേസ് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കാത്തത് കൊണ്ടാണ്. വീടിൻ്റെ എല്ലാ സ്ഥലത്തിരുന്ന് നമ്മൾ പഠിക്കാൻ പാടില്ല. അത് പലപ്പോഴും മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോകും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് പ്ലേസ് തിരഞ്ഞെടുക്കാം. അവിടെ നമ്മളും നമ്മളുടെ ബുക്കും മാത്രമേ ഉണ്ടാകാവുള്ളൂ. മറ്റെല്ലാത്തിനെയും മാറ്റി നിർത്തുക. ഓക്കെ, ജസ്റ്റ് ഐസൊലേറ്റ് യുവർ സെൽഫ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു റിഡ്യൂസ് യുവർ ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ഇംപ്രൂവ് യുവർ ഫോക്കസ്. ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാനും സാധിക്കും. അതുവഴി കൂടുതൽ എഫക്റ്റീവായിട്ട് പഠിക്കാനും കഴിയും. നെക്സ്റ്റ്, ബോണസ് ടിപ്പ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഒരു ഹാബിറ്റാക്കി മാറ്റുക എന്നതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ പോയിൻറ്റ്സിൻ്റെയും കീ ആണ് ഹാബിറ്റ്സ്. ഏതൊരു കാര്യവും നമുക്ക് ലൈഫിൽ യൂസ്ഫുൾ ആണെങ്കിൽ അതൊരു ഹാബിറ്റായിട്ട് മാറുമ്പോഴാണ്. എ ഹാബിറ്റ് ഈസ് എ സ്മോൾ സ്റ്റെപ്പ് ഓഫ് ടുഡേ ടു അച്ചീവ് സംതിങ് ഗ്രേറ്റ് ഫോർ ടുമോറോ. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊരു ഹാബിറ്റാക്കി മാറ്റാം. ഓക്കെ, സോ ഫ്രണ്ട്സ്, നിങ്ങളെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ സഹായിക്കുന്ന കുറച്ച് എഫക്റ്റീവ് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ പോയിൻറ്റ്സുകൾ കറക്റ്റായി മനസ്സിലാക്കി ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുവഴി ലൈഫിൽ സക്സസ്ഫുൾ ആവാനും കഴിയും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.